ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് 11. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു Q&A ആണ്, മർച്ചന്റ് നേവി റിലേറ്റഡ് Q&A ആണ്. ഞാനിത് ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസ് ആണ്. ഷോർട്സിലാകെ കുറച്ച് ഞങ്ങളെ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഓരോ അതിൽ നിന്നുള്ള 5 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഓർത്താണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ റിപ്ലൈ തരാൻ പോകുന്ന 5 ക്വസ്റ്റ്യൻസിനായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വായോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഞാൻ പഠിച്ച കോളേജ്, പിന്നെ കോഴ്സിന് എത്ര ഫീസായി, പിന്നെ ഏതൊക്കെ ടൈപ്പ് ഷിപ്സ് ആണ് ചെയ്തേക്കുന്നത്, ഏതാണ് കമ്പനി. ഈ ചോദ്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ ഏത് കോളേജിലാണ് പഠിച്ചതെന്നൊക്കെ. ഞാൻ പഠിച്ചത് IMU കൊച്ചിയാണ്, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി ക്യാമ്പസിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ പഠിച്ചത് BSc നോട്ടിക്കൽ സയൻസ് ആണ്. ഞാൻ വർക്ക് ചെയ്ത ഷിപ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ടെയ്നറും ഒന്ന് ബൾക്കുമാണ്. കണ്ടെയ്നറിൽ ഞാൻ ഒരു 5.5 മാസം സെയിൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബൾക്കിൽ ഒരു 9 months അടുത്ത് സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടുമാണ് ഞാൻ ചെയ്ത ഷിപ്സ് എന്ന് പറയുന്നത്. പിന്നെ IMUയിൽ എത്ര ഫീസ് ആയെന്ന് ഞങ്ങൾ പഠിച്ച സമയത്ത് എന്ന് പറഞ്ഞാൽ ഓൾഡ് സെമ്മിന് 1,25,000 ഈവൻ സെമ്മിന് 1 lakh ആയിരുന്നു. അപ്പം ഒരു ഇയറിൽ 2,25,000 ആവും. അപ്പം ഫുൾ 3 years എന്ന് പറയുമ്പോൾ 6,75,000 പ്ലസ് പിന്നെ എക്സാം ഫീസ് എക്സ്ട്രാ ആവും. ഇതായിരുന്നു എൻ്റെ കോളേജിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. DNS ആണോ BSc ആണോ ബെറ്റർ? ഓക്കെ, DNS എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്. ഒന്ന് ഡിപ്ലോമ കോഴ്സും മറ്റേത് ഡിഗ്രി കോഴ്സുമാണ്. ഞാൻ പഠിച്ചത് BSc നോട്ടിക്കൽ സയൻസ് ആണ്. ഇപ്പോൾ കമ്പയർ ചെയ്ത് പറയാമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് DNSലേക്ക് വരാം. 1 year പ്രീ-സി ട്രെയിനിങ്, അതായത് നമ്മൾ 1 year കോളേജിൽ നമുക്ക് തിയറി ആയിട്ട് 1 year കാണത്തുള്ളൂ കോളേജിൽ. അത് കഴിഞ്ഞിട്ട് 18 months ഓൺ ബോർഡ് ട്രെയിനിങ് വേണം, ആസ് ഒരു ഡെക്കേഡറ്റ് ആയിട്ട്. അപ്പോൾ അതാണ് അതിൽ വരുന്നത് DNS എന്ന് പറയുന്നത്. ഇതിപ്പം നമ്മൾ ആ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് എക്സ്ട്രാ കോഴ്സസ് ചെയ്യണം. ഒരു 7 കോഴ്സസ് ചെയ്യാനുണ്ട്. ആ കോഴ്സസ് ചെയ്ത് കഴിഞ്ഞ് സെക്കൻഡ് മീൻസ് എക്സാമും പാസ്സായി കഴിയുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് തന്നെ കിട്ടും. ഇപ്പോൾ BSc സർട്ടിഫിക്കറ്റ് തന്നെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ DNS പഠിച്ചാൽ നമുക്ക് അറ്റ് ലാസ്റ്റ് നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. നമ്മൾ BScയിലേക്ക് വരുവാണെങ്കിൽ BSc എന്ന് പറയുമ്പോൾ ഡിഗ്രി കോഴ്സാണ്. 3 year പ്രീ-സി ട്രെയിനിങ് ഉണ്ട്. അതായത് നമ്മൾ 3 year കോളേജിൽ പഠിക്കണം. അപ്പോൾ 3 year കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ 12 months ആണ് ഇവിടെ ഓൺ ബോർഡ് ട്രെയിനിങ് വരുന്നത്. അത് ഒറ്റ ഷിപ്പിൽ 2 ഷിപ്പിലായിട്ടായിരിക്കും. അതുപോലെ DNSൽ ഞാൻ പറഞ്ഞ പോലെ 18 months നമ്മൾ ഒറ്റ സ്ട്രെച്ചല്ല ചെയ്യുന്നത്, ഒന്നെങ്കിൽ 2 ഷിപ്പിൽ അല്ലെങ്കിൽ 3 ഷിപ്പിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം BScയിൽ നമ്മൾ ഈ 12 months ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 7 കോഴ്സസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞും സെക്കൻഡ് മീറ്റ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് ജൂനിയർ ഓഫീസറോ തേർഡ് ഓഫീസറോ അങ്ങനെ കയറി പോകുന്നതാണ്. ഇതിൽ നമ്മൾ 1 year ഡെക്കേഡറ്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഡിഗ്രി ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് നമ്മൾ 7 കോഴ്സസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഫംഗ്ഷൻ കോഴ്സുകൾ ചെയ്യേണ്ടി വരും. 4 months ഫംഗ്ഷൻ കോഴ്സുകൾ ചെയ്യേണ്ടി വരും. അത്ര വ്യത്യാസമേ ഉള്ളൂ. കൂടുതൽ തിയറിറ്റിക്കൽ നോളജ് വേണം എന്നുള്ളവർക്ക് BScക്ക് പോവാം. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കൂടുതലും പ്രാക്ടിക്കൽ ആയിട്ടാണ് ചെയ്യേണ്ടത്, കുറച്ചുകൂടെ പെട്ടെന്ന് കരിയർ അച്ചീവ് ചെയ്യണം എന്നൊക്കെ ഉള്ളവർക്ക് DNSന് പോകാം. ഇപ്പം നമ്മളിപ്പോൾ DNSനായാലും BScക്ക് നമ്മൾ +2 കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം നമ്മളൊരു ഏജ് എന്ന് പറഞ്ഞാൽ ഒരു 18-19 yearsലായിരിക്കും. അപ്പം ഡിപ്ലോമ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കേഡർഷിപ്പ് തീർത്തിട്ട് നമുക്കൊരു പെട്ടെന്ന് തന്നെ നമുക്ക് ജോലിയിലേക്ക് കയറാൻ പറ്റും. അഥവാ നമുക്ക് ഡിഗ്രി പഠിച്ച് പോകണം എന്നുള്ളവർക്കാണെങ്കിൽ ഡിഗ്രി പഠിക്കുക. 3 year ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ട് 1 year ട്രെയിനിങ്, പിന്നെ പ്രോസസ്സ് എല്ലാം സെയിം ആണ്. പിന്നെ ഒരു മെയിൻ കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡിപ്ലോമ എടുക്കുന്നതെങ്കിൽ സ്പോൺസർഷിപ്പ് ഉണ്ടായിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം സ്പോൺസർഷിപ്പ് കിട്ടിയില്ല നമ്മൾ പിന്നെ നമ്മുടെ ഇയേഴ്സ് വേസ്റ്റ് ആവുക ചെയ്യുന്നത്. BScക്ക് പോകണമെങ്കിൽ നമുക്ക് ഓൾറെഡി ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി കിട്ടുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കയറാം. അവിടെ 3 year നമുക്ക് സമയമുണ്ട് ഒരു കമ്പനിയിലേക്ക് കയറാൻ വേണ്ടി. പക്ഷേ DNS ആകുമ്പോൾ മോസ്റ്റ്ലി സ്പോൺസർഷിപ്പ് കിട്ടിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കമ്പനീസിന്റെ വകയായിട്ടുള്ള റിട്ടേൺ എക്സാംസ് ഉണ്ട്, അതിന് അവിടെ ഇന്റർവ്യൂസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സെലക്ട് ആയി കഴിയുമ്പോൾ നമ്മൾ അവർ പറയുന്ന കോളേജിൽ പോയി പഠിക്കുക. അതാണ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പം നമുക്ക് ആ കമ്പനിയിൽ നമ്മുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ DNS ആണോ BSc ആണോ ബെറ്റർ. ഓക്കെ, നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ തിങ്സ് ടു ബി ക്യാരിഡ് ഓൺ ബോർഡ്. നമ്മൾ ഷിപ്പിൽ ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്യാൻ പോകുമ്പം നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാം. ഇതിപ്പം കയറാൻ നിൽക്കുന്ന കുറേ പേർക്കുള്ള ഡൗട്ട്സ് ആയിരിക്കും. അപ്പം ഞാനത് പറഞ്ഞുതരാം. ആദ്യമേ നമ്മുടെ ഡോക്യുമെന്റ്സ്, അതായത് നമ്മുടെ CDC, പാസ്പോർട്ട്, SID. കേഡറ്റായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഒരു കേഡറ്റ് റെക്കോർഡ് ബുക്ക് കൊണ്ടുപോകണം. കാരണം നമുക്ക് കുറേ ടാസ്ക് ഓൺ ബോർഡ് ചെയ്യാനുണ്ട്. അതുപോലെ നമുക്ക് മന്ത്ലി സിഗ്നേച്ചറൊക്കെ വാങ്ങാനുള്ളതാണ്. അപ്പോൾ കേഡറ്റ് റെക്കോർഡ് ബുക്ക് മറക്കരുത്. പിന്നെ നമ്മുടെ ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് ആയ ആധാർ കാർഡ് കൊണ്ടുപോകാവുന്നതാണ്. പിന്നെ സർട്ടിഫിക്കറ്റ്സ്, SSLC പ്ലസ് സാധനങ്ങളൊന്നും കൊണ്ടുപോകണ്ട. അതിൻ്റെ സോഫ്റ്റ് കോപ്പീസ് കയ്യിലുണ്ടായിരുന്നാൽ മതി. അല്ലാണ്ട് വേറെ ആവശ്യങ്ങളൊന്നും ഓൺ ബോർഡ് വരത്തില്ല.
എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ്, എന്തെങ്കിലും ബുക്സ് റെഫർ ചെയ്യണമെങ്കിൽ അതും കൊണ്ടാവുന്നതാണ്. കാരണം ഷിപ്പിൽ സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. സമയം കിട്ടുന്ന കാര്യം ചാൻസ് കുറവാണ്, എന്നാലും കിട്ടുന്നത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ യൂണിഫോംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചില കമ്പനീസ് ഓൾറെഡി യൂണിഫോംസ് അവൈലബിൾ ആണ്. ഇപ്പം അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു കേഡറ്റായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മൾ 1 പെയർ നമ്മുടെ ഒരു വൈറ്റ് യൂണിഫോംസ് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. വൈറ്റും ബ്ലാക്ക് യൂണിഫോം ഇല്ലേ, അത് പിന്നെ നമ്മുടെ അപ്ലെറ്റും കേഡറ്റ്സിന്റെ അപ്ലെറ്റും കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇപ്പം നമ്മൾ കൊച്ചിയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കൊച്ചിയിലൊരു ഇന്ത്യൻ യൂണിഫോം സ്റ്റോഴ്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെ നിന്നാണ് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. അവിടെ നിങ്ങൾക്ക് നമ്മുടെ യൂണിഫോംസും അപ്ലെറ്റും എല്ലാം കിട്ടുന്നതാണ്. ഓക്കെ, ഇലക്ട്രോണിക്സ് ആയിട്ട് സാധനങ്ങൾ പറയുവാണെങ്കിൽ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, പിന്നെ നമ്മുടെ ഹെഡ്സെറ്റ്, ബ്ലൂടൂത്ത് സ്പീക്കർ, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. പിന്നെ ഫോൺ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് നല്ല സോങ്സ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് കൊണ്ടുപോകണം നല്ലതായിരിക്കും. കാരണം നമുക്ക് ഇടയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു റിലീഫ് ആയിരിക്കും സോങ്സ് കേൾക്കുക എന്നുള്ളത്. അതുപോലെ നമ്മുടെ ലാപ്ടോപ്പിൽ കുറച്ച് വീഡിയോ സോങ്സ് ഇല്ലേ, വീഡിയോ സോങ്സും കേട്ടിക്കൊണ്ട് പോകാൻ നല്ലതായിരിക്കും. കാരണം നമ്മളിപ്പം കുറച്ച് ടൈം കിട്ടുമ്പോൾ നമുക്ക് അതൊക്കെ കാണാൻ സമയം കാണത്തുള്ളൂ. കാരണം ഫുൾ വീഡിയോ നമ്മൾ അങ്ങനെ കാണത്തില്ല, പ്രത്യേകിച്ച് കേഡറ്റ്സ് ആകുമ്പോൾ ആയിട്ടാണ് പറയുന്നത്. എല്ലാ സമയത്തും സമയം കിട്ടും. കേഡറ്റ്സ് ആകുമ്പോൾ നമ്മൾ ഇതിനൊക്കെ സമയം കാണത്തുള്ളൂ. കുറച്ച് പാട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് പോവുക, കുറച്ച് വീഡിയോ സോങ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് പോവുക, അതൊക്കെ നമുക്ക് ഉണ്ടാവുന്നതാണ്. മെഡിസിൻസ് പറയുവാണെങ്കിൽ മെഡിസിൻസ് നമ്മൾ കൂടുതൽ മെഡിസിൻസ് ഒന്നും കൊണ്ടുപോകാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ഓൺ ബോർഡ് ഓൾമോസ്റ്റ് ഓൾ മെഡിസിൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഓൺ ബോർഡ് മെഡിസിൻസ് നോക്കുന്നത് സെക്കൻഡ് ഓഫീസറാണ്. അപ്പോൾ സെക്കൻഡ് ഓഫീസറോട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് അത് തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന മെഡിസിൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു റെഗുലർ ആയിട്ട് കഴിക്കുന്ന മെഡിസിൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് നമുക്കത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും റെഗുലർ ആയിട്ട് കഴിക്കുന്ന മെഡിസിൻസ് ഉണ്ടല്ലോ, അങ്ങനത്തെ മെഡിസിൻസ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയിക്കൊള്ളുക. അല്ലാണ്ട് വേറെ പനി, ജലദോഷം, അങ്ങനെ സാധനങ്ങൾക്കൊന്നും മെഡിസിൻസ് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യവുമില്ല. അത് ഓൺ ബോർഡ് അവൈലബിൾ ആണ്. പിന്നെ കുറച്ച് ഇനി ക്ലോത്ത്സിനെ കുറിച്ച് ഞാൻ പറയാം. ക്ലോത്ത്സ് നമുക്ക് നല്ല ഡ്രസ്സസ് ഇല്ലേ, നല്ല ഡ്രസ്സസ് കുറേ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ ഷിപ്പിൽ അകത്ത് നല്ല ഡ്രസ്സസ് ഒന്നും അങ്ങനെ കാഷ്വൽസ് ഒന്നും കുറേ നമ്മൾ ഇടത്തില്ല. മെയിൻലി ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഷോർ ലീവിനൊക്കെ പോകുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഇങ്ങനെ നല്ല ഡ്രസ്സസ് കൊണ്ടുപോകേണ്ട കാര്യം. അപ്പോൾ ഒരു 2-3 ജോഡീസ് കൊണ്ടുപോയാൽ മതിയാകും. കാഷ്വൽ വിയേഴ്സ് 2-3 ജോഡികൾ മതിയായിരിക്കും. പിന്നെ ഫോമൽസ് ഒരു ഒന്നോ രണ്ടോ മതിയായിരിക്കും. അതിൽ കൂടുതൽ കൊണ്ടുപോകണ്ട ഫോമൽസ്. വലിയ ആവശ്യം വരത്തില്ല. ഒരു 1 പെയർ കൊണ്ടുപോയാൽ മതി ഫോമൽസ് കൊണ്ടുപോകുകയാണെങ്കിൽ. അതിൽ കൂടുതൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല. സ്ലീപ്പ് വെയർ, നൈറ്റ് വെയർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ല, അതൊരു 3-4 പെയേഴ്സ് കൊണ്ടുപോയിക്കൊള്ളുക. അത് ആവശ്യം വരും. ഒരു ഷോർട്സ് ഒരു 4-5 എണ്ണം കൊണ്ടുപോകാൻ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ടീഷർട്സ് ഒരു 3-4 ടീഷർട്സും കൊണ്ടാവുന്നതാണ്. പിന്നെ ഷൂസ് നമ്മുടെ ഒരു കാഷ്വൽ ഷൂസും ഒരു ഫോമൽ ഷൂസും നമ്മുടെ യൂണിഫോമിൽ ഇടാനുള്ള ഒരു ഫോമൽ ഷൂസും പിന്നെ ഒരു കാഷ്വൽസും കൊണ്ടുപോകണം നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ ഒരു ചപ്പൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ക്രോക്സ് ഒക്കെ പോലത്തെ ചപ്പൽസ് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. കാരണം ടോ കവേർഡ് ആയിട്ട് ഇരിക്കുന്ന ചപ്പൽസ് ആണ് ഷിപ്പിൽ അലോ ചെയ്യത്തുള്ളൂ. കാരണം നമ്മൾ വല്ലയിടത്തും പോയി ഇടിക്കുവാണെങ്കിൽ നമ്മുടെ നെയിൽസിനും ടോയ്ക്കൊക്കെ മുറിവ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ക്ലോസ്ഡ് ആയിട്ടുള്ള ചപ്പൽസ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ക്രോക്സ് ഒക്കെ അലൗഡ് ആണ്. അങ്ങനത്തെ ചപ്പൽസ് ഒക്കെ മാക്സിമം വാങ്ങാൻ ശ്രമിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക. നമ്മൾ എപ്പോഴും ഹെൽമെറ്റ് വെക്കുന്നവരായിരിക്കും. അപ്പം തലയിൽ വെക്കുന്ന സ്കാർഫ് വാങ്ങാൻ കിട്ടും. ഈ ബൈക്ക് റൈഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സ്കാർഫ് ഇല്ലേ, അത് ഒരു 2-3 എണ്ണം വാങ്ങിച്ചുകൊണ്ട് പോകണം നല്ലതായിരിക്കും. കാരണം എപ്പോഴും ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഹെയറിന് കുറച്ച് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങളിപ്പോൾ ബൾക്ക് ക്യാരിയേഴ്സിലോ ഒക്കെ പോകണമെങ്കിൽ ഒരു മാസ്ക് കൊണ്ടുപോകണം നല്ലതായിരിക്കും. കാരണം ഭയങ്കര പൊടിയും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഒരു പൊടിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളൊരു മാസ്ക് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. സോപ്പ് പൗഡർ ഒക്കെ നമുക്ക് ഓൺ ബോർഡിൽ അവൈലബിൾ ആണ്. നമുക്ക് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകേണ്ട വരുന്നുള്ളൂ. സോപ്പും സോപ്പ് പൗഡറും ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. അത് ഓൺ ബോർഡ് അവൈലബിൾ ആയിരിക്കും. കീപ് ദ ലഗേജ് സ്മാർട്ട് ബട്ട് മിനിമം. അത് എപ്പോഴും ഓർത്തിരിക്കുക. കാരണം കുറേ കൊണ്ടുപോയാലും നമ്മൾ തന്നെയായിരിക്കും ചെന്ന് കഴിയുമ്പോൾ ജെട്ടിൽ നിന്ന് ഷിപ്പിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പം നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുപോവുക. അനാവശ്യമായിട്ട് ഒന്നും കൊണ്ടുപോകാണ്ടിരിക്കുക. ഫസ്റ്റ് ടൈം പോകുമ്പോൾ നമ്മൾ ഇത് വേണം എന്നൊക്കെ കൊണ്ട് കുറേ സാധനങ്ങൾ കൊണ്ടുപോകും. പക്ഷെ അതൊന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുപോവുക. പിന്നെ ചെറിയൊരു ജോമെട്രിക് ബോക്സും കൊണ്ടുപോകണം നല്ലതായിരിക്കും. കാരണം എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുവാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കേഡറ്റ് റെക്കോർഡ് ബുക്കിൽ കുറച്ച് ടാസ്ക് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഓൺ ബോർഡ് ചെയ്യാൻ പറ്റുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ 4th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏജ് ലിമിറ്റ് ഉണ്ടോ? യെസ്, ദർ ഈസ്. ഏജ് ലിമിറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ BSc DNS നോക്കുന്നവർക്കാണെങ്കിൽ മാക്സിമം ഏജ് 25 ഇയേഴ്സും മിനിമം ഏജ് 18 ഇയേഴ്സും ആണ് വരുന്നത്.
ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞിട്ട് GME പഠിച്ചു വരുന്നവരുണ്ട്, ഗ്രാജുവേറ്റ് ഇൻ മറൈൻ എഞ്ചിനീയറിംഗ്. ആ കോഴ്സ് പഠിച്ചു വരുന്നവർക്കാണെങ്കിൽ മാക്സിമം ഏജ് 28 വരെ, 28 വയസ്സ് വരെ അങ്ങനെ വരാൻ പറ്റുന്നതാണ്. ഇതാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. പിന്നെ ഇത് ഡിപ്പെൻസ് ആട്ടോ, ഇത് ഓരോ കോളേജും കമ്പനിയും വെച്ച് ഇതിൽ ചേഞ്ചസ് വരാതിരിക്കാം. പല കമ്പനീസ് ഇപ്പം നേരത്തെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും, നമ്മൾ പഠിച്ച കോഴ്സസും പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഈ ഏജ് ലിമിറ്റ്സിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. സോ അത്രേ ഉള്ളൂ ഏജ് ലിമിറ്റിന്റെ കാര്യം പറയാനാണെങ്കിൽ. 5ാമത്തെ ക്വസ്റ്റ്യൻ, ബുക്സ് റിഫേർഡ് വൈൽ സെയിലിംഗ്. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഷിപ്പിൽ യൂസ് ചെയ്ത ബുക്ക് എന്ന് പറയുമ്പോൾ നാവിഗേഷൻ യൂസ് ചെയ്ത ബുക്കിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവിടെ നമുക്ക് പഠിക്കാൻ പറ്റിയ ബുക്സിനെ കുറിച്ചാണ് ഞാൻ കുറച്ച് പറയുന്നത്. ഈ 3 ബുക്സ് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ഒരു 3 ബുക്സിൻ്റെ കാര്യം പറയുന്നുള്ളൂ, ഇതൊരു ബേസിക്സ് ബുക്സ് ആണ്. ഈ 3 ബുക്സ് വാങ്ങുവാണെങ്കിലും നിങ്ങൾക്ക് ഓൺ ബോർഡ് ടൈം കിട്ടുവാണെങ്കിലും നോക്കാവുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ബുക്സ് റെഫർ ചെയ്യാൻ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ചും എക്സാംസിനാണ് ഞാൻ പറയുന്നത്. എക്സാംസിന് ഈ 3 ബുക്സ് നിങ്ങൾ ഒരു മസ്റ്റ് ഹാവ്, നിങ്ങൾ വാങ്ങിച്ചു വെക്കാൻ നല്ല ഗുണമുള്ള ബുക്സ് ആണ് ഈ 3 അപ്പം ഞാൻ ബുക്സ് ഏതൊക്കെയാണെന്ന് കാണിക്കാം. ഓക്കെ, ആദ്യം പറഞ്ഞാൽ IMO റൂൾസ് ഓഫ് ദ റോഡ് എന്നീ ഈ ബുക്ക്. ഇത് ബണ്ടാക്കാസ് പബ്ലിക്കേഷന്റെ ബുക്കാണ് IMO റൂൾസ് ഓഫ് ദ റോഡ്. ഇതിൽ നമ്മുടെ റൂൾസ് 41 റൂൾസ് ഫുള്ളും 41 റൂൾസിനെ കുറിച്ചുള്ള ഡെഫിനിഷൻസും റൂൾസും അതോടൊപ്പം തന്നെ ബോയേജ് സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അനക്സേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കാണ് ഇത് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ്. അപ്പം IMO റൂൾസ് ഓഫ് ദ റോഡ്, ഇതാണ് ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത ബുക്ക് എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ എച്ച് സുബ്രഹ്മണ്യത്തിന്റെ പ്രാക്ടിക്കൽ നാവിഗേഷൻ. ഈ ബുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു ബുക്കാണ്. ഇതിനകത്ത് സെലസ്റ്റിയൽ നാവിഗേഷനും ടെറസ്ട്രിയൽ നാവിഗേഷനും കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ഉണ്ട്. നമ്മൾ എക്സാം ചെയ്ത സെലസ്റ്റിയൽ നാവിഗേഷൻ ഒരു സബ്ജക്റ്റാണ്. അപ്പം അതിൽ നമുക്ക് ഓരോ പ്രോബ്ലംസ് ചെയ്യേണ്ട ആവശ്യം വരും. ലോങ് ബൈ ക്രോൺ, അങ്ങനെ കുറേ ലോങ് ബൈ ക്രോൺ, ഇന്റർസെപ്റ്റ്, അങ്ങനത്തെ കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിന് ഈ ബുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല സിമ്പിൾ ലാംഗ്വേജിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബുക്ക് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു ബുക്കാണ്, ക്യാപ്റ്റൻ സുബ്രഹ്മണ്യത്തിന്റെ പ്രാക്ടിക്കൽ നാവിഗേഷൻ എന്ന ഈ ബുക്ക്. അടുത്തെന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ബുക്കാണ് ബാട്ടി ആൻഡ് സിൻഹയുടെ മോഡേൺ ഇലക്ട്രോണിക് നാവിഗേഷൻ ബുക്ക്. ഇതൊരു സിമ്പിൾ നമ്മുടെ ബ്രിഡ്ജ് എക്യുപ്മെന്റ്സിനെ കുറിച്ച് പറയുന്ന ഒരു ബുക്സ് ആണ്. അതിനെക്കുറിച്ചുള്ള ബേസിക് ഇൻഫോർമേഷൻസും ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഈ ബുക്ക് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടൊരു ബുക്കാണ്. ബ്രിഡ്ജ് എക്യുപ്മെന്റ് പഠിക്കുമ്പോഴും ബ്രിഡ്ജ് എക്യുപ്മെന്റിനെ കുറിച്ച് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജ് ലഭിക്കാനും ഈ ബുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഈ ഒരു 3 ബുക്സിനെ കുറിച്ച് ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഈ 3 ബുക്സിനെ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ ഈ 3 ബുക്സ് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഓൺ ബോർഡ് യൂസ് നിങ്ങൾക്ക്. നിങ്ങൾക്കിപ്പം 6 റിട്ടേൺസ് ഉണ്ടല്ലോ തേർഡ് ഓഫീസർ എക്സാംസിന്. അപ്പം ആ 6 റിട്ടേൺസിനുള്ള നോട്ട്സ് കിട്ടാൻ വേണ്ടി മറൈനർ എഡിക്ഷൻ എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അത് ഞാനിവിടെ എഴുതി കാണിക്കാം. ആ വെബ്സൈറ്റിൽ 6 സബ്ജക്റ്റിനെ കുറിച്ചുള്ള നോട്ട്സും അവൈലബിൾ ആണ്. അതൊരു പ്രീവിയസ് ഇയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ളൊരു പഠിക്കാൻ പറ്റിയ ഒരു സിംപ്ലിഫൈ ചെയ്തൊരു നോട്ട്സ് ആണ്. അപ്പോൾ അതും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിനോടൊപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ഇന്നത്തെ 5 ക്വസ്റ്റ്യൻ കഴിയാറായി. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയോ അല്ലെങ്കിൽ ഷോർട്സ് ഇടുമ്പോൾ അതിൻ്റെ താഴെയോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലത്തെ മാർക്സ് നേവി റിലേറ്റഡ് വീഡിയോസും അതുപോലെ തന്നെ കുറച്ച് വ്ളോഗ്സിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വ്ളോഗ്സിനും വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.